ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ വാർത്തകൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമായെങ്കിൽ പോലും അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലുള്ള യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്ന പശ്ചിമേഷ്യയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് എന്നുള്ളതാണ്. നമുക്ക് പല പത്രങ്ങളിൽ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. അതിൽ മംഗളം പത്രത്തിലെ ഹെഡ്ലൈൻ സമാധാനം പന്താടി US-ഉം ഇറാനും എന്നാണ് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. US ആക്രമണത്തിന് ജോർദാനിലും കുവൈറ്റിലും ബഹ്റൈനിലും ഇറാന്റെ തിരിച്ചടി. എണ്ണ ടാങ്കർ കപ്പലുകൾക്ക് നേരെ മത്സരിച്ച് ആക്രമണം. 20 നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചെന്ന് ഇറാൻ. കടക്കാൻ ശ്രമിക്കുന്ന ഏത് കപ്പലും ആക്രമിക്കും. ഇറാനെ തകർക്കുമെന്ന് ആവർത്തിച്ച ട്രംപ്. ഏത് ഭീഷണിയും ചെറുക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ്. ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു. ഇറാന്റെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്ന് ട്രംപ് പറഞ്ഞ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രത്തോളം രൂക്ഷമായൊരു സാഹചര്യം ഈ മേഖലയിലുണ്ട് എന്നുള്ള കാര്യമാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി പറയുന്നത് ഹോർമുസ് രക്തക്കടൽ ആയി എന്നാണ്. US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. US എംബസി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇന്ത്യ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റിടങ്ങളിൽ ഇറാന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പറയുമ്പോൾ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകൾ തകർക്കുമെന്നാണ് ഇറാൻ പറയുന്നത്. അത്തരത്തിൽ വെല്ലുവിളിയും പോർവിളിയും കൂടുതൽ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നത്. വീക്ഷണം പത്രത്തിലേക്ക് വരുമ്പോൾ വീക്ഷണം ആ കാര്യത്തിൽ പറയുന്നത് എണ്ണക്കലിയിൽ ഇന്ത്യക്കാരും ഇര എന്നാണ്. ഇതൊരു എണ്ണക്കലി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത് ഇന്ത്യക്കാരും ഇരയാകുന്നു. ഒമാൻ തീരത്ത് എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ ആക്രമണമുണ്ടായി എന്നുള്ള കാര്യം കൂടി പറയുന്നു. ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് വീക്ഷണവും ഈ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ വരുന്നത്. പിന്നീട് ലോകകപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ന് മാതൃഭൂമിയാണ് കുറെ കൂടി ഭംഗിയായി ഒന്നാം പേജിൽ ആ വാർത്തയെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിൽ ഫുട്ഗോളം എന്നാണ് ഇന്ന് മാതൃഭൂമി ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഫുട്ബോൾ ലോകകപ്പിന് സമ്മോഹന തുടക്കം. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഉദ്ഘാടന വേദിയിൽ സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന ഷക്കീറ. ലോകകപ്പിലെ ആദ്യ ജയം ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ദക്ഷിണാഫ്രിക്കയെ 2-0 തോൽപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇന്ന് നടക്കുന്ന കളികൾ കാനഡ വേഴ്സസ് ബോസ്നിയ, USA-യും പരഗ്വേയും തമ്മിൽ. ഖത്തർ സ്വിറ്റ്സർലൻഡ് കളിയുണ്ട്. സ്വാഭാവികമായും ഇന്ന് രാത്രി 14-ാം തീയതിയാണ് ഖത്തറിൻ്റെ കളി വരുന്നത്. അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിലുള്ള കളിയുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ വാർത്ത അവസാനിക്കുന്നത്. അങ്ങനെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്ത അവിടെ നിൽക്കുന്നു. ദേശാഭിമാനിയുടെയും നല്ല ഹെഡ്ലൈനാണ് ആഗോളത്തിര എന്നാണ്. ആഗോളത്തിര എന്നും വായിക്കാം, ആഗോളത്തിര എന്നും വായിക്കാവുന്ന ആഗോളത്തിര എന്ന ഹെഡ്ലൈൻ ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു. കിക്ക് ഓഫായ കാര്യം പറയുന്നു. കളം നിറഞ്ഞ് ദായ് ദായ് എന്ന ഗാനം, ഷക്കീറയുടെ ഗാനത്തെക്കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയിൽ ആ വാർത്ത നമുക്ക് കാണാൻ കഴിയുന്നത്. മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ മറ്റൊരു വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് വീട്ടിൽ കുടുംബനാഥയുടെ സേവനത്തിൻ്റെ മൂല്യം പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപയാണ് എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി മനോരമ ഒന്നാം പേജിൽ കൊടുക്കുന്നത്. സുപ്രീം കോടതിയുടെ നിർണായക വിധി അപകട മരണക്കേസിൽ നഷ്ടപരിഹാരം 8.43 ലക്ഷത്തിൽ നിന്ന് 62.77 ലക്ഷമാക്കി ഉയർത്തി. വീടിൻ്റെ പരിപാലനം രാഷ്ട്രപരിപാലനം എന്ന് കോടതി പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മനോരമ ഒന്നാം പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാധ്യമം പത്രത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ പനിയും നിപ്പയും ഷിഗല അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നിപ്പ സമ്പർക്ക പട്ടികയിൽ 77 പേർ എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ പുനെയിൽ പരിശോധനയിൽ രോഗം ആ വാർത്തയ്ക്ക് മുമ്പ് മറ്റൊരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. അതിൽ എതിരില്ലാതെ BJP എന്നുള്ള വാർത്തയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എതിരില്ലാതെ BJPക്ക് 15, കോൺഗ്രസിന് 5 രാജ്യസഭാ സീറ്റ് മാത്രമാണ് ലഭിച്ചതെന്നാണ്. മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയ മധ്യപ്രദേശിൽ 3 സീറ്റിലും BJP വിജയിച്ചു എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മാധ്യമം ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. സുപ്രഭാതത്തിൽ ആ വാർത്തയിൽ പറയുന്നത് കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഇന്ന് വാദം കേൾക്കും എന്നാണ്. മീനാക്ഷി നടരാജൻ പത്രിക തള്ളിയ സംഭവത്തിൽ ഇന്ന് സുപ്രീം കോടതി വാദം കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് തന്നെ എതിർ സ്ഥാനാർത്ഥിയെ വിജയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള വാർത്ത കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ആ വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ ഉള്ളത്.
മറ്റു വാർത്തകളിലേക്ക് പോയാൽ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി എന്നുള്ള വാർത്തയാണ് മാതൃഭൂമിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്. ക്രമസമാധാന ചുമതല ADGP വിജയന് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് വാർത്ത. എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയാകും എന്നുള്ള കാര്യം കൂടി മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമത്തിൽ ഒന്നാം പേജിൽ തന്നെ ഉണ്ട്. അതിൽ പുനെയിൽ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. 77 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു നിപ്പ ഭീഷണിയിലേക്ക് കേരളം, പ്രത്യേകിച്ച് കോഴിക്കോട് മാറുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള വാർത്ത അവിടെ ഇന്ന് മാധ്യമം ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ദേശാഭിമാനിയിൽ പ്രതിരോധം പാളി എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. സമ്പർക്ക പട്ടികയിൽ 77 പേരുണ്ട് എന്നുള്ള കാര്യമാണ്. 9 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ച കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധം പാളി എന്ന വാർത്ത ഇന്ന് ഒന്നാമത്തെ പേജിൽ ഹെഡ്ലൈനായി തന്നെ ദേശാഭിമാനി കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ചന്ദ്രികയിൽ മറ്റൊരു വാർത്തയുണ്ട്. അത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സ്ഥാപക പ്രസിഡന്റും ചന്ദ്രിക അസോസിയേറ്റ് എഡിറ്ററുമായിരുന്ന KK മുഹമ്മദ് ഓർമ്മയായി എന്നുള്ള വാർത്തയാണ്. സമുദായത്തിന് ദിശാബോധം നൽകിയ വ്യക്തിയാണെന്ന് സാദിഖ് അലി തങ്ങൾ ഓർമ്മിക്കുന്നു കൂടിയുണ്ട്. അത്തരത്തിലൊരു വാർത്ത ഇന്ന് സുപ്രഭാതം പത്രത്തിലടക്കം ആ വാർത്തയുണ്ട്. ചന്ദ്രികയിൽ ഒന്നാമത്തെ പേജിൽ തന്നെ അത്തരത്തിലൊരു വാർത്ത നമുക്ക് കാണാൻ കഴിയും. എഡിറ്റോറിയലുകളിലേക്ക് പോവുകയാണെങ്കിൽ മനോരമയിലെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഒരേ കണ്ണിൽ 2 വിധം കാഴ്ച എന്നാണ്. അതിന് കാരണമായി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരട്ടത്താപ്പ് ആരോപിക്കപ്പെടുമ്പോൾ എന്നാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമെന്ന കോൺഗ്രസിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുത്തില്ല. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം തടയണമെന്ന മീനാക്ഷി നടരാജന്റെ ഹർജിയിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. BJPയുടെ 3 സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ വിജയങ്ങൾക്കായി കക്ഷികൾ ഏത് തന്ത്രവും സ്വീകരിക്കും. അതെല്ലാം തങ്ങളുടേതായ ന്യായവാദങ്ങൾ നിരത്തും. തങ്ങളുടേതായ ന്യായവാദങ്ങൾ നിരത്തും. എന്നാൽ കുതന്ത്രങ്ങളെയും സാധൂകരിക്കാൻ സഹായിക്കും വിധം ഭരണഘടനാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യമെന്ന് ഇന്ന് മനോരമയുടെ എഡിറ്റോറിയലിൽ പറയുന്നു എന്നുള്ളതാണ്. മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ ആ കള്ളക്കേസും പൊളിഞ്ഞു എന്നാണ്. അതും കോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഭീഷണികളും തടങ്കലിലും പതറാതെ പ്രബീർ പുർക്കാസ്തയും സംഘവും നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ വിജയം കണ്ടത്. എന്നാൽ എത്ര സ്ഥാപനങ്ങൾക്ക്, എത്ര മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരമൊരു പോരാട്ടം നടത്താനുള്ള ത്രാണിയും നിയമ പിന്തുണയും ഉണ്ടാകും എന്നാണ്. ഭരണകൂടം കെട്ടിച്ചമച്ച ഒരു അപസർപ്പക കഥ കൂടി പൊളിയുന്നു. സ്വതന്ത്ര വാർത്താ പോർട്ടലായ ന്യൂസ് ക്ലിക്കിനെതിരെ ഗുരുതര കുറ്റങ്ങൾ ചാർത്തി ഡൽഹി പോലീസും EDയും ചുമത്തിയ കേസുകൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ആ വാർത്ത. പ്രധാനമന്ത്രി പദവിയിൽ നരേന്ദ്രമോദി ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കവേ ഏറ്റവും അധികം ആ പദവിയിലിരുന്നയാളെന്ന റെക്കോർഡ് മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും അധികം മാധ്യമമാരണ നീക്കങ്ങൾ നടന്ന കാലത്തെ ഭരണാധികാരി എന്ന പട്ടവും അദ്ദേഹത്തിന് സ്വന്തമാവുകയാണ്. എതിരഭിപ്രായം പുലർത്തുന്ന രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്ന മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഉന്നമിടുകയല്ല, തെറ്റുതിരുത്തി നേരായ ദിശയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടതെന്ന് വൈകിയ വേളയിലെങ്കിലും ഭരണകൂടം മനസ്സിലാക്കുമെന്ന് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമം ചോദിക്കുന്നു. ദീപികയുടെ എഡിറ്റോറിയൽ അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനമാണ്. സംസ്ഥാന സർക്കാരിനോട് തെരുവുനായ വിഷയത്തിലാണ് അവർ വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. കാട്ടാനകളും തെരുവുനായ്ക്കളും കൊന്നുകൂട്ടുകയാണ്. അക്രമകാരികളായ നായകളെ കൊല്ലാൻ സുപ്രീം കോടതി ഉത്തരവിട്ടെന്ന വാർത്ത വ്യാജമായിരുന്നോ എന്നാണ് ദീപിക ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് കോടതി വിധിയെ മറ്റൊരു തൂഫാനാക്കുന്നതിന് പകരം സർക്കാർ നിഷ്ക്രിയമായിരിക്കുന്നത്? പേവിഷ ഭീതിയുടെ മുനമ്പത്തും കണ്ണുപൊത്തിക്കളിയാണ് നടക്കുന്നതെന്ന് ദീപിക വിമർശിക്കുന്നു. എന്തോ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൽ കേസെത്തി പുതിയൊരു വിധി ഉണ്ടാവുകയോളം അനങ്ങാതിരിക്കണമെന്ന് നായസ്നേഹികളുടെ സമ്മർദ്ദം ഉണ്ടാകാം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിലെ ചില നേതാക്കൾ കൊല്ലുന്ന തെരുവുനായ പക്ഷത്തായതുകൊണ്ട് കൊല്ലപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കാൻ കേരള സർക്കാരിന് പരിമിതിയുണ്ടാകാം. വാക്സിൻ കമ്പനികൾ അടങ്ങിയിരിക്കുന്നില്ലായിരിക്കാം. മുൻ സർക്കാരിനെ നിഷ്ക്രിയരാക്കിയ ആജ്ഞാശക്തികൾ സജീവമായിരിക്കാം. ഇക്കാര്യത്തിലും ധവളപത്രം ഇറക്കേണ്ടി വരും എന്നുള്ള വിമർശനമാണ് ദീപിക ഇന്ന് എഡിറ്റോറിയലിൽ ഉന്നയിക്കുന്നത്. അത്ര വ്യത്യസ്തമായ പലതരത്തിലുള്ള എഡിറ്റോറിയലുകൾ ഇന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും പലതരത്തിലുള്ള വാർത്തകൾ ഇനി നമുക്കുമുണ്ട്. തിരിച്ച് സേതുവിലേക്ക്.